ഓണക്കാലത്ത് റേഷൻ കടകളിൽ വിതരണം ചെയ്യേണ്ട മട്ടയരിയിൽ പ്രശ്നങ്ങൾ. വിതരണം ചെയ്യാനിരുന്ന 1000 ലോഡ് മട്ടയരിയുടെ വിതരണം തടഞ്ഞ് സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥർ. അരിയിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പോഷിത അരിയുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് പ്രശ്നമായത്. ഓണക്കാലത്ത് റേഷൻ കടകളിൽ വിതരണം ചെയ്യേണ്ട മട്ടയരിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ. അതെ, ഓണക്കാലത്ത് പൊതുവിതരണത്തിന് കൈമാറാൻ സ്വകാര്യ മില്ലുകളിൽ തയ്യാറാക്കിയ അരിയിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പോഷിത അരിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട്. പിന്നീട് അധികൃതർ തുടർ പരിശോധനയുടെ ഭാഗമായി നടത്തിയ മില്ലുകളിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയ ശേഷം അരി പൊതുവിതരണത്തിന് കൈമാറുന്നത് സപ്ലൈകോ പാഡി മാർക്കറ്റിംഗ് ഓഫീസർ നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 1000 ലോഡ് അരിക്ക് പ്രശ്നമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഓണക്കാലത്ത് റേഷൻ കടകളിൽ എത്തേണ്ട മട്ടരിയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പോഷിത അരി പൊതുവിതരണത്തിനുള്ള അരിയിൽ കലർത്തുന്നത് 2026 ഫെബ്രുവരി 27 നിർത്തിയത്. ഇതിനുശേഷം പൊതുവിതരണത്തിനായി തയ്യാറാക്കുന്ന അരിയിൽ കലർത്താൻ കേന്ദ്ര സർക്കാർ അംഗീകൃത ഏജൻസിയിലൂടെ പോഷിത അരി മില്ലുകൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ നേരത്തെ വിതരണം ചെയ്ത റേഷനരി വീണ്ടും മില്ലുകളിൽ തിരിച്ചെത്തിയതോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്തെ റേഷനരി സ്വകാര്യ മില്ലുകൾ കൊണ്ടുവന്നതോ ആകാമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ തുടർ നടപടികളും അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിച്ച് അരിയാക്കുന്നത് പാലക്കാട്, എറണാകുളം ജില്ലകളിലെ 43 മില്ലുകളാണ്. എന്നാൽ ഇവയിൽ 28 മില്ലുകളിൽ പോഷിതയരി കണ്ടെത്തി. പാലക്കാട് ജില്ലയിലെ 13-ൽ 7 മില്ലുകളിലെയും ഗുണനിലവാരം അംഗീകരിക്കാതെ സപ്ലൈകോ മേലധികാരികൾക്കും കളക്ടർക്കും ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത്തരത്തിൽ സംഭരിച്ച മട്ട നെല്ല് ബ്രാൻഡഡ് അരിയാക്കി പൊതുവിപണിയിൽ വിൽക്കുകയും അതിനു പകരം ഗുണനിലവാരവും വിലയും കുറഞ്ഞ അരികൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന നെല്ലരിയാക്കി പൊതുവിതരണത്തിൽ നൽകുകയും ചെയ്യുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് സംഭരിക്കുന്ന നെല്ലിന്റെ അരി മില്ലിൽ നിന്ന് നേരിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പോയിലേക്കാണ് എത്തുക. എന്നാൽ ഗോഡൌണിൽ നിന്ന് വരുന്ന പഴയ അരിയിൽ പോഷിതയരി ഉണ്ടെന്നാണ് ജില്ലാ സപ്ലൈ ഓഫീസർമാർ പറയുന്നത്. പോഷകാഹാരക്കുറവും വിളർച്ചയും പരിഹരിക്കാനാണ് അരിയിൽ 1% പോഷിതയരി കലർത്തുന്നത്. അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 എന്നിവ അരിപ്പൊടിയിൽ ചേർത്ത് അരിയുടെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പോഷിതയരിയുടെ ഗുണനിലവാരം, കാലാവധി, വിപരീത ഫലം, ലബോറട്ടറി പരിശോധന എന്നിവ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അരിയുടെ വിതരണം നിർത്തിവെച്ചത്. കേന്ദ്രത്തിന്റെ അരിവിഹിതം വെട്ടിക്കുറച്ചതോടെ ഇതിനകം പ്രതിസന്ധിയിലായ പൊതുവിതരണ സംവിധാനത്തിന് ഈയൊരു വിഷയം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അരി ലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനം ഒറ്റപ്പുഴുക്ക് അരി വാങ്ങി ക്രമീകരിക്കാൻ ശ്രമിക്കുകയാണെന്നുമുണ്ട്. ഈ അരിക്ക് വില കൂടുതലാണ്. 23 രൂപയിലധികം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. റേഷൻ കടകളിലൂടെ 26 രൂപ നിലവാരത്തിലാണ് ഇവ വിറ്റഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.